ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു PMS ക്ലാസ്സസ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് +1 ഫസ്റ്റ് ചാപ്റ്റർ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയിട്ടാണ്. ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയിട്ട് +1 ഫസ്റ്റ് ചാപ്റ്ററിലെ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റിൻ്റെ ഒരു റിവിഷൻ സീരീസ് ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റഡ് ഉള്ള കൺസെപ്റ്റും ഇവിടെ ഡിസ്കസ് ചെയ്യും. സോ നമുക്ക് 1 by 1 ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ശ്രദ്ധിക്കണേടാ, ഫസ്റ്റ് ആയിട്ട് തന്നത് വളരെ സിമ്പിൾ ആയിട്ടൊരു സാധനം. നമുക്ക് ആ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അറിയാവുന്ന മാത്രമേ ഇവർ ചെക്ക് ചെയ്യുന്നുള്ളൂ അല്ലേ. നമ്മൾ +1 ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പഠിച്ച സാധനമാണ്. 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉണ്ട്, അതുമായിട്ട് റിലേറ്റഡ് ഉള്ള SI യൂണിറ്റും അതിൻ്റെ സിമ്പലും കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. ഇവിടെ ഓൾറെഡി തന്നു, വെറുതെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലെങ്ത്തിന്റെ SI യൂണിറ്റ് എന്താ? മീറ്ററാ. മാസിന്റെ SI യൂണിറ്റാ ചോദിച്ചേ. ഏത് പൊട്ടന് പറഞ്ഞുകൂടാ? മാസിന്റെ SI യൂണിറ്റ് എന്താടാ? കിലോഗ്രാം ആണ്. സെക്കൻഡ് ആരുടെ SI യൂണിറ്റാടാ? ആരുടെ SI യൂണിറ്റാ? ഏരിയന്റെ യൂണിറ്റ് ആണോ? സെക്കൻഡ് എല്ലാവർക്കും അറിയുന്ന സാധനമാണ്. സെക്കൻഡ് ആരുടെ യൂണിറ്റ് ആയിരിക്കും? ആ ടൈമിന്റെ യൂണിറ്റാ. ഇനി ഇലക്ട്രിക് കറണ്ട് SI യൂണിറ്റ് അറിയോ? ഇലക്ട്രിക് കറണ്ടിന്റെ SI യൂണിറ്റ് വരിക എന്താടാ? ഇലക്ട്രിക് കറണ്ടിന്റെ SI യൂണിറ്റ് വരിക ആംബിയർ ആണ്. അത് നമുക്ക് കിട്ടും. ഇനി തെർമോഡൈനാമിക്സ് ടെമ്പറേച്ചർ. ഈ തെർമോഡൈനാമിക് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ചില കുട്ടികളേക്ക് വേറെ ഏതോ ക്വാണ്ടിറ്റി ഒന്നല്ല, നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ തന്നെയാണ്. ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് എന്താ? കെൽവിൻ ആണ്. അങ്ങനെ ആരോ ചോദിച്ചാൽ ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് എന്താ? കെൽവിനാ. ഇനി മോള് നമ്മൾ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കുന്ന സാധനമാണ്. എന്തിനാണ്? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ SI യൂണിറ്റ് ആണ്. ആർത്താണടാ? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ SI യൂണിറ്റ് ആണ്. ഇനി കാൻഡില എന്ന് വെച്ചാൽ എന്താടാ? ലൂമിനസ് ഇന്റൻസിറ്റി ആണ്. കാൻഡില എന്ന് വെച്ചാൽ എന്താണ്? ലൂമിനസ് ഇന്റൻസിറ്റി ആണ്. അത് ആരെ യൂണിറ്റ് ആണ്? ലൂമിനസ് ഇന്റൻസിറ്റിന്റെ യൂണിറ്റ് ആണ് ആര്? കാൻഡില. ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് വെച്ചാൽ എന്താ പറഞ്ഞൂടെ? അതായത് നമ്മൾ പോയിന്റ് സോഴ്സിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യുന്നത്. അതായത് നമ്മൾ LED ബൾബ് അങ്ങനത്തെ പോയിന്റ് സോഴ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന സോഴ്സുകളുടെ ഇന്റൻസിറ്റി മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് ആര്? കാൻഡില. സിമ്പിൾ ആയിട്ട് വേണേൽ നമുക്ക് എന്ത് പറയാം? കാൻഡില ആരുടെ യൂണിറ്റ് ആടാ? ഇന്റൻസിറ്റിന്റെ യൂണിറ്റ് ആണ് ആര്? കാൻഡില. സിമ്പിൾ അല്ലേ? നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഏതോ ഒരു വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് എടുത്ത ക്വസ്റ്റ്യൻ ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ച എന്താടാ? ഡിഫൈൻ പ്ലെയിൻ ആംഗിൾ ആണ് അല്ലേ. പ്ലെയിൻ ആംഗിൾ ഉണ്ട്. നമ്മൾ 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റി പഠിച്ചായിരുന്നു. ഒന്ന് പ്ലെയിൻ ആംഗിൾ ആണ്, നെക്സ്റ്റ് വൺ എന്താടാ? സോളിഡ് ആംഗിൾ ആയിരുന്നു. പ്ലെയിൻ ആംഗിളും ഉണ്ട്, സോളിഡ് ആംഗിളും ഉണ്ട്. നമ്മുടെ ഇവിടെ ചോദിച്ചെന്താ? പ്ലെയിൻ ആംഗിൾ ഡിഫൈൻ ചെയ്യാനാണ്. പ്ലെയിൻ ആംഗിളിന്റെ ഡെഫിനിഷൻ അറിഞ്ഞൂടെ? തീറ്റാസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ എന്താടാ വരിക? റേഡിയസ് ആണ് വരിക അല്ലേ. തീറ്റേന്റെ ഡെഫിനിഷനാ ചോദിച്ചത്. തീറ്റ എന്ന് വെച്ചാൽ നമുക്കറിയാം ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആണ്. വേണമെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് ഇതാ ഇങ്ങനെയാണ് വരിക. ഇതാണ് ആർക്ക് ലെങ്ത് അല്ലേ, ഇതാണ് എന്ത്? റേഡിയസ്. ഇവിടെയാണ് എന്ത് വരിക? ആംഗിൾ തീറ്റ. ഇങ്ങനെ കിട്ടുന്ന ആംഗിൾ തീറ്റേന്റെ യൂണിറ്റ് എന്തായിരിക്കടാ? റേഡിയൻ ആയിരിക്കും. ഈ ഡെഫിനേഷൻ പ്രകാരം നമുക്ക് കിട്ടുന്ന ആംഗിളിന്റെ യൂണിറ്റ് എപ്പോൾ എന്തായിരിക്കും? റേഡിയൻ ആയിരിക്കും. ഒരിക്കലും എന്ത് വരൂലടാ? ഡിഗ്രി വരൂല. ഓക്കെ, 2πr ഒരു ഫംഗ്ഷൻ ഒരു പാർട്ടായിട്ടാണ് ഇത് വരിക. ഇത് ആറാണ് വരിക. രണ്ടും അങ്ങ് വെട്ടിപ്പോവും. പൈയുള്ള ടേം ആണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പൊ ആംഗിളിന്റെ SI യൂണിറ്റ് ചോദിച്ചാൽ എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? റേഡിയൻ ആയിരിക്കും. ഈ ഫോർമുല വെച്ച് കണ്ടുപിടിച്ചാൽ ആംഗിളിന്റെ യൂണിറ്റ് എന്തായിരിക്കും? റേഡിയൻ ആയിരിക്കും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 1 ആംഗ്സ്ട്രോങ് എപ്പോ ചോദിക്കുന്ന സാധനമാണ്. 1 വേർഡ് സെക്ഷനിൽ എപ്പോ ചോദിക്കുന്ന സാധനമാണ്. 1 ആംഗ്സ്ട്രോങ് എന്ന് വെച്ചാൽ ഒന്നും നോക്കാനില്ലടാ, കണ്ണും പൂട്ടി കുത്താം. 10⁻⁻15 ആണോ? സോറി, 10⁻⁻10 ആണ് അല്ലേ. 1 ആംഗ്സ്ട്രോങ് 10⁻⁻10 ആണ്. ഇനി 1 ഫെർമി ആണെങ്കിലോ? 1 ഫെർമി ആണെങ്കിൽ 10⁻⁻15 മീറ്റർ ആണ്. ശ്രദ്ധിക്കണേ, ഫെർമിക്ക് പകരം ചിലപ്പോൾ എന്ത് കാണാം? 1 ഫെംറ്റോ എന്ന് കാണലുണ്ട് കേട്ടോ. 1 ഫെംറ്റോ എന്ന് കണ്ടാലും എത്രയാ? 10⁻⁻15 മീറ്റർ ആണ്. രണ്ടും ഒരേ യൂണിറ്റ് ആയിട്ട് അതിൽ ഒരേ ഇത് തന്നെയാണ്. ഫെർമി എന്ന് റീഡ് ചെയ്യുന്ന, ഫെംറ്റോ എന്ന് റീഡ് ചെയ്യും. ഓക്കെ, 1 ആംഗ്സ്ട്രോങ് മാറി പോരാ. 10⁻⁻10 ആണ്. 10⁻⁻15 എന്ന് വെച്ചാൽ ആരാ? ഫെർമി അല്ലെങ്കിൽ ഫെംറ്റോ ആണ്. So next question, besides the 7 base quantity there are 2 more units in SI. The unit of solid angle is, നമ്മൾ പറഞ്ഞേ 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ പ്ലെയിൻ ആംഗിൾ, അതിന്റെ SI യൂണിറ്റ് റേഡിയൻ ആണെന്ന് പറഞ്ഞു. ഇനി സെക്കൻഡ് വൺ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു സോളിഡ് ആംഗിളിന്റെ, അതിന്റെ SI യൂണിറ്റ് എന്താണ് വരിക? സ്റ്റെറിഡിയൻ ആണ് വരിക. അതിന്റെ SI യൂണിറ്റ് എന്താണ്? സ്റ്റെറിഡിയൻ ആണ്. നോക്കണേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The centripetal force on a body in a circular motion is given by F is equal to mv²/r. റൈറ്റ് ദ ഡയമെൻഷൻസ് ഓഫ് ഫോഴ്സ് അല്ലേ. ഫോഴ്സിന്റെ ഡയമെൻഷൻ നമുക്ക് ബൈ ഹാർട്ടാ. +1 കഴിയുമ്പോഴേക്ക് ബൈ ഹാർട്ടാവും. m⁻⁴ l⁻⁴ t⁻⁻2 ആണ് ആരുടെ ഡയമെൻഷൻ? ഫോഴ്സിന്റെ ഡയമെൻഷൻ. ഓക്കെ, അതറിയാതെ അങ്ങനെ എഴുതാം. ഈ ഇക്വേഷൻ പ്രകാരം തന്നുകൊണ്ട് ഇതിലിട്ട് കണ്ടുപിടിക്കുന്നതാണ് അതിന്റെ എക്സാക്ട് മെത്തേഡ്.
അല്ലേ? എമ്മിന്റെ ഡയമെൻഷൻ, മാസിന്റെ ഡയമെൻഷൻ നമുക്കറിയാം എന്താണ് വരിക, ക്യാപിറ്റൽ എം ആ. വെലോസിറ്റി നമുക്കറിയാം L⁻1 T⁻−1 ആ. 2 പ്രാവശ്യം വെലോസിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യം എഴുതിയതാ, L⁻1 T⁻−1. അടിയിൽ 6 അല്ലേ? റേഡിയസിന് എന്താണ് വരിക, എല്ലാ വരിക. ഇനി വെട്ടാൻ പറ്റുമോ നോക്കടാ, അല്ലേ? വെട്ടാൻ പറ്റൂലേ? കാരണം ഈ എല്ലും എന്തായി പോടാ, വെട്ടിപ്പോവില്ലേ? അല്ലേ? ആ 2 എല്ലും വെട്ടിപ്പോ അതിന് നോക്കി നോക്കടാ, എന്താ ഉള്ളത്, എം തന്നെ. എൽ എത്ര പ്രാവശ്യം ഇവിടെ ഉണ്ടടാ, ഒരു പ്രാവശ്യമല്ലേ ഇവിടെ ഉള്ളൂ. അപ്പൊ എന്താ വരിക, M⁻1 ടീനെ നോക്കണേ, ഇതിന്റെ പവർ -1 ആണ്, ഇതിന്റെ പവർ എന്താ, -1 ആ. അപ്പൊ എന്തായിട്ട് മാറടാ, -1 എന്തായിട്ടാ, M⁻1 L⁻1 T⁻−2. M⁻1 L⁻1 T⁻−2 അത്രേ ഉള്ളൂ. ഇനി എന്താ ചോദിക്കുന്നത്, റൈറ്റ് എ വെക്ടർ ക്വാണ്ടിറ്റി ആൻഡ് എ സ്കേലാർ ക്വാണ്ടിറ്റി ഹാവ് ദി സെയിം ഡയമെൻഷൻ. സെയിം ഡയമെൻഷൻ ഉള്ള ഒരു വെക്ടർ ക്വാണ്ടിറ്റി ഏതാണ്, എന്ത് ഏതാണ്, ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ഏതാണ്? സിമ്പിളാ അല്ലെ? നമുക്ക് എന്ത് എഴുതാൻ പറ്റൂടാ, ഡിസ്റ്റൻസും എന്ത് എഴുതാൻ പറ്റും, ഡിസ്പ്ലേസ്മെന്റ് എഴുതാൻ പറ്റൂലേ? ഡിസ്റ്റൻസ് കോമ ഡിസ്പ്ലേസ്മെന്റ്. പ്രശ്നമുണ്ടോ? രണ്ടാളുടെ ഡയമെൻഷൻ എന്താ വരിക, എല്ലാ വരിക. ഇത് സ്കേലാറാ, ഇതാരാ, വെക്ടറാ. സിമ്പിൾ അല്ലേ? ഇനി വേണമെങ്കിൽ ചോദിക്കോ, ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കറിയാം എന്താടാ, പറഞ്ഞോ, ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആരാ, സ്പീഡാ. അതേപോലെ ഡിസ്പ്ലേസ്മെന്റിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആരെ കിട്ടും, ഡിസ്പ്ലേസ്മെന്റിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് ആരെയാടാ, വെലോസിറ്റിനെ. അപ്പോ സ്പീഡിനും വെലോസിറ്റിക്കും സെയിം ഡയമെൻഷൻ നമുക്ക് ബൈ ഹാർട്ടാ, L⁻1 T⁻−1. ഇവൻ സ്കേലാറാ, മറ്റവൻ എന്താ, വെക്ടറാ അല്ലേ? ഇനി വേണമെങ്കിൽ ഒരു പേരും കൂടി പറഞ്ഞുതരാ, അതെന്താ, വർക്ക് സ്കേലാർ ആണോ വെക്ടർ ആണോടാ? വർക്ക് സ്കേലാറാ, ഉറപ്പല്ലേ? വർക്ക് എനർജി തിയറത്തിൽ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് ആണ് പഠിക്കുന്നത്. വർക്ക് സ്കേലാർ ആണ്, പക്ഷെ ടോർക്ക് എന്തല്ലടാ, സ്കേലാർ അല്ല. വർക്കിന്റെയും ടോർക്കിന്റെ ഡയമെൻഷൻ ഓർമ്മ ഉണ്ടാ, M⁻1 L⁻2 T⁻−2. അപ്പൊ ഒന്ന് സ്കേലാറ്, ഒന്ന് വെക്ടർ. ഏതെങ്കിലും ഒരു പേർ എഴുതി വെച്ചാൽ 2 മാർക്കാ, 1 മാർക്കാണെന്ന് വെച്ചാൽ കറക്റ്റ് ഓർമ്മയില്ല, ആ മാർക്ക് നിങ്ങൾ പോക്കറ്റിലാവും. ഓക്കെ, ഞാൻ അടുത്ത നോക്കുക. സെലക്ട് എ ട്രൂ സ്റ്റേറ്റ്മെന്റ് ഫ്രം ദി ഫോളോയിങ്. 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതിൽ രണ്ടിന്റെ ഏതാ ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്ന് എഴുതിയാൽ മതി. ദ ഇയർ ആൻഡ് ലൈറ്റ് ഇയർ ഹാവ് ദി സെയിം ഡയമെൻഷൻ. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ, അല്ലെ? വായിച്ചു നോക്കുമ്പോൾ ഇവിടെ എയർ ഉണ്ട്, ഇവിടെ എയർ ഉണ്ട്, ഒന്നും അറിയാത്തത് ശരിയാൻ പറഞ്ഞ് മാർക്ക് ചെയ്യും. പക്ഷെ ഇത് പൊട്ട തെറ്റാ. എടാ, ഇയർ ആൻഡ് ലൈറ്റ് ഇയർ ഹാവ് ദി സെയിം ഡയമെൻഷൻ എന്ന് വെച്ചാൽ തെറ്റാണ്. കാരണം എന്താടാ, ഇയർ ആരെ യൂണിറ്റാ, ടൈമിന്റെ യൂണിറ്റാ. ലൈറ്റ് ഇയർ ടൈം ആണെടാ. ലൈറ്റ് ഇയർ ടൈം അല്ല, ആക്ച്വലി എന്താടാ, ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റിനെ 1 ഇയർ. ഞാൻ ഇവിടുന്ന് ടോർച്ച് അടിച്ചാൽ ഈ ടോർച്ച് 1 കൊല്ലം കൊണ്ട് ട്രാവൽ ചെയ്യുന്നത്, സോറി ടോർച്ച് അല്ല, ടോർച്ചിൽ നിന്ന് പോകുന്ന ലൈറ്റ് 1 കൊല്ലം കൊണ്ട് ട്രാവൽ ചെയ്യുന്ന ദൂരം എത്രയാണോ അതിനെ നമ്മൾ എന്ത് വിളിക്കുക, ലൈറ്റ് ഇയർ എന്ന് വിളിക്കുക. അപ്പൊ രണ്ടും സെയിം ആണെടാ. സെയിം ആണോ? അല്ല. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താടാ, ഫോൾസ് ആണ്. ഇനി വേണേ പറഞ്ഞുതരാം, 1 ലൈറ്റ് ഇയറിന്റെ വാല്യൂ ഓർമ്മ ഉണ്ടാ, 1 ലൈറ്റ് ഇയർ എന്ന് വെച്ചാൽ 9.46 × 10⁻15 മീറ്റർ ആണ്. ഇതാണ് ആര്, ലൈറ്റ് ഇയറിന്റെ വാല്യൂ. ഇത്രയും ദൂരമാണ് 1 കൊല്ലം കൊണ്ട് നമ്മൾ ടോർച്ച് നിന്ന് പോയ ലൈറ്റ് ട്രാവൽ ചെയ്യുക, സ്കാറ്ററിംഗ് ഒന്നും ഇല്ലെങ്കിൽ. നോക്കട്ടെ, ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഹാസ് സെയിം ഡയമെൻഷൻ ആസ് ദാറ്റ് ഓഫ് ആക്സിലറേഷൻ. അല്ലെ? ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് വെച്ചാൽ എന്താടാ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി തന്നെയാ. അതും ആക്സിലറേഷൻ എന്താ, സെയിം ഡയമെൻഷനാ. രണ്ടും ആക്സിലറേഷൻ തന്നെയല്ല, പിന്നെ ഒന്നും നോക്കാനില്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ എന്താവുക, ശരിയാവുക. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ, തെറ്റാണ്. അവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് മാത്രം അവിടെ എന്താവുള്ളൂ, ശരിയാവുള്ളൂ. ഓക്കെ, എന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാ. വാട്ട് ആർ ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി? റൈറ്റ് എനി 2 യൂസസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്. അല്ലെ? ഡയമെൻഷൻ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ എന്താക്കാം, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി നമ്മൾ എന്താക്കാം, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ പവേഴ്സ് ആയിട്ട് ചെയ്യുന്ന മെത്തേഡിനെ നമ്മൾ എന്ത് വിളിക്കുക, ഡയമെൻഷൻ എന്ന് വിളിക്കുക. M⁻X L⁻Y T⁻Z അല്ലെ? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ പവർ ആയിട്ട് റേസ് എക്സ്പോണന്റൽ പവർ ആയിട്ട്, സോറി പവേഴ്സ് ആയിട്ട് ചെയ്യുന്ന മെത്തേഡിനെ നമ്മൾ എന്ത് വിളിക്കുക, ഡയമെൻഷൻ എന്ന് വിളിക്കുക, ഡയമെൻഷണൽ അനാലിസിസ് എന്ന് വിളിക്കുക. അതിന്റെ യൂസസ് എന്ന് വെച്ചാൽ എന്താ, നമുക്ക് വേണമെങ്കിൽ എന്താക്കാം, ഒരു ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ചെക്ക് വെദർ എ ഇക്വേഷൻ ഈസ് ട്രൂ ഓർ ഫോൾസ്. അല്ലെ? ഒരു ഇക്വേഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ നമുക്ക് ഏത് ഇക്വേഷൻ, ഏത് മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റൂടാ? ഏത് മെത്തേഡ് കണ്ടുപിടിക്കാൻ പറ്റൂ? ഡയമെൻഷണൽ അനാലിസിസ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി എന്താക്കണം, ഒരു ഇക്വേഷൻ നമുക്ക് വേണം ഡിറൈവ് ചെയ്യാൻ പറ്റും. We can derive a relation, a equation by using variables. അല്ലേ? എടാ, വ്യത്യസ്ത വേരിയബിൾസ് ഉപയോഗിച്ചിട്ട്, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വ്യത്യസ്ത വേരിയബിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എന്താക്കാം, ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റും.
ഇനി വേണമെങ്കിലാക്കാം വി ക്യാൻ കാൽക്കുലേറ്റ് കൺവേർഷൻ ഫാക്ടർ. ഇവിടെ SI യൂണിറ്റും CGS യൂണിറ്റും അല്ലെങ്കിൽ SIയും FPS അല്ലെങ്കിൽ SI FPS അല്ലെങ്കിൽ FI CGS ഇവർ തമ്മിലുള്ള കൺവേർഷൻ ഫാക്ടർ വേണമെങ്കിൽ നമുക്ക് ആരെ വെച്ച് ഉണ്ടാക്കാൻ പറ്റൂടാ? ഡയമെൻഷൻ അനാലിസിസ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് ഇതിന്റെ അപ്ലിക്കേഷൻസ്. ആദ്യത്തെ 2 അപ്ലിക്കേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്, തേർഡ് അപ്ലിക്കേഷൻ ഇപ്പോൾ പഠിക്കുന്നില്ല. പണ്ട് തേർഡ് അപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, ആദ്യത്തെ 2 അപ്ലിക്കേഷൻ നമ്മൾ എന്തായാലും പഠിക്കുന്നുണ്ട്. തേർഡ് അപ്ലിക്കേഷൻ എന്താ? കൺവേർഷൻ ഫാക്ടർ ആണ്. ഫസ്റ്റ് വന്ന് ചെക്ക് ദ ഇക്വേഷൻ കറക്റ്റ്, ചെക്ക് ദി കറക്റ്റ്നെസ് ആണ്, ചെക്ക് ദി കറക്റ്റ്നെസ് അല്ലേ. സെക്കൻഡ് ഇക്വേഷൻ എന്താ? വി ക്യാൻ ഡിറൈവ് ഇക്വേഷൻ, വി ക്യാൻ ഡിറൈവ് ദ റിലേഷൻ, വി ക്യാൻ ഡിറൈവ് ദ റിലേഷൻ ബൈ യൂസിങ് വേരിയബിൾസ് അല്ലേ. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഡിഫറെന്റ് വേരിയബിൾസ് ഉപയോഗിച്ച് നമുക്ക് എന്താക്കാൻ പറ്റും? ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റും. അടുത്തെന്താണ്? വി ക്യാൻ കാൽക്കുലേറ്റ് കൺവേർഷൻ ഫാക്ടർ, വി ക്യാൻ കാൽക്കുലേറ്റ് കൺവേർഷൻ ഫാക്ടർ. നമുക്കറിയാം അല്ലേ, 1 ന്യൂട്ടൺ എന്ന് വെച്ചാൽ കൺവേർഷൻ ഫാക്ടർ അറിയാവാ? 10⁵ ഡൈന അല്ലേ. ഈ 10⁵ ആണ് ഇവിടുത്തെ കൺവേർഷൻ ഫാക്ടർ. കാരണം ന്യൂട്ടൺ ആരെ യൂണിറ്റാ? ഫോഴ്സിന്റെ SI യൂണിറ്റാ. അതേപോലെ തന്നെ ഡൈൻ എന്താടാ? ഫോഴ്സിന്റെ CGS യൂണിറ്റാ. ഇവര് തമ്മിലുള്ള കൺവേർഷൻ ഫാക്ടർ ആണ് എത്രടാ? 10⁵. ഇത് നമുക്ക് ഡയമെൻഷണൽ അനാലിസിസ് വെച്ച് കണ്ടുപിടിക്കാം. അതേപോലെ തന്നെ എനർജീന്റെ SI യൂണിറ്റ് അറിയാവാ? എടാ എനർജീന്റെ SI യൂണിറ്റ് വരിക ജൂളാണ്. 1 ജൂൾ ഈസ് ഈക്വൽ ടു കൺവേർഷൻ ഫാക്ടർ നോക്കണേ 10�7 എർഗ. ഈ 10�7 എന്നുള്ള ഈ കൺവേർഷൻ ഫാക്ടർ നമുക്ക് വേണമെങ്കിൽ എന്ത് വെച്ച് കണ്ടുപിടിക്കടാ? ഡയമെൻഷണൽ അനാലിസിസ് വെച്ച് കണ്ടുപിടിക്കാം. അതാണ് മൂന്നാമത്തെ ഫാക്ടർ പറഞ്ഞത്, മൂന്നാമത്തെ അപ്ലിക്കേഷൻ പറഞ്ഞത്, വി ക്യാൻ കാൽക്കുലേറ്റ് കൺവേർഷൻ ഫാക്ടർ. അപ്പൊ മൂന്ന് അപ്ലിക്കേഷൻ ജസ്റ്റ് എന്താക്കാം? ഓർമ്മിച്ചേക്കാം. ശ്രദ്ധിക്കണേ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. There are certain physical quantity having no dimensions but still having unit. There are certain physical quantity having no dimension but still have unit. State whether the statement is true or false. Justify your answer with an example. ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ ചോദിക്കുക. There are certain physical quantity having no dimension, dimensions ഇല്ല, but still having unit ഉണ്ട്, ഡയമെൻഷൻ ഇല്ല. എന്തായാലും ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ? ആ സ്റ്റേറ്റ്മെന്റ് റെഡിക്ക് പറയുകയാണെങ്കിൽ എന്താടാ? ട്രൂ ആണ്. ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. കാരണം നമുക്കൊരു ക്വാണ്ടിറ്റി ഉണ്ട്, പ്ലെയിൻ ആംഗിൾ അല്ലേ. എന്ത് ക്വാണ്ടിറ്റി ഉണ്ടടാ? പ്ലെയിൻ ആംഗിൾ. ഈ പ്ലെയിൻ ആംഗിളിന്റെ SI യൂണിറ്റ് എന്താ? ഈ പ്ലെയിൻ ആംഗിളിന്റെ SI യൂണിറ്റ് നമുക്കറിയാം എന്താടാ? റേഡിയൻ ആണ്. ഈ പ്ലെയിൻ ആംഗിളിന്റെ SI യൂണിറ്റ് എന്താടാ? റേഡിയൻ ആണ്. ബാക്കി ചെറിയൊരു പ്രശ്നം ഉണ്ടടാ, പ്ലെയിൻ ആംഗിളിന് അല്ലെങ്കിൽ സോളിഡ് ആംഗിളിന് 2 ആംഗിളും എന്തില്ല? ഡയമെൻഷൻ ഇല്ല. പ്ലെയിൻ ആംഗിൾ ആയിക്കോട്ടെ സോളിഡ് ആംഗിൾ ആയിക്കോട്ടെ രണ്ടാക്കും എന്തില്ല? ഡയമെൻഷൻ ഇല്ല. അപ്പൊ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലടാ. There are certain physical quantity, കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, ബട്ട് ഹാവിംഗ് നോ ഡയമെൻഷൻസ് ഇല്ല, ബട്ട് സ്റ്റിൽ ഹാവിംഗ് എന്ത്? യൂണിറ്റ് ഉണ്ട്. ബെസ്റ്റ് എക്സാമ്പിൾ ആംഗിൾ ആണ്. എഴുതി കൊടുക്കുക. വി നോ SI യൂണിറ്റ് ഓഫ് ആംഗിൾ ഈസ് ഈക്വൽ ടു റേഡിയൻ, ബട്ട് ആംഗിൾ ഈസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. അത് എഴുതി നമുക്ക് ഇവിടുത്തെ 2 മാർക്ക് നമ്മുടെ പോക്കറ്റില്ല. സിമ്പിൾ അല്ലേ? എക്സാമിന് അധികം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നേരെ തിരിച്ചു പറയാണ്, there are certain quantity they have a unit but still not have dimension എന്ന് പറഞ്ഞു അല്ലേ. യൂണിറ്റ് ഉണ്ട്, ഡയമെൻഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് എന്താ? പൊട്ടത്തെറ്റ. മാറിപ്പോയി. യൂണിറ്റ് ഇല്ല, ഡയമെൻഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് എന്താ? തെറ്റാണ്. വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഒരാൾ പറയാണ് യൂണിറ്റ് ഇല്ല, ഡയമെൻഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് എന്താ? തെറ്റാണ്. യൂണിറ്റ് ഇല്ലെങ്കിൽ നിർബന്ധമായിട്ട് നമുക്ക് പറയാൻ പറ്റും, 100% ഷുവർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അവിടെ ആരും ഉണ്ടാവില്ല? ഡയമെൻഷൻ ഉണ്ടാവില്ല അല്ലെ. കൺക്ലൂഡ് ചെയ്യാണ്, യൂണിറ്റ് ഇല്ലെങ്കിൽ അവിടെ എന്തായാലും ആരുണ്ടാവില്ല? ഡയമെൻഷൻ ഉണ്ടാവില്ല. ബട്ട് ശ്രദ്ധിക്കണേ, ഡയമെൻഷൻ ഇല്ലെങ്കിലും ചിലപ്പം ചില കേസിൽ യൂണിറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, യൂണിറ്റിലെ ഡയമെൻഷൻ എന്തായാലും ഉണ്ടാവില്ല. ഇനി യൂണിറ്റിൽ ഡയമെൻഷൻ ഇല്ലെങ്കിൽ ചില ക്വാണ്ടിറ്റീസിന് എന്തുണ്ടാവും? യൂണിറ്റ് ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റി അവിടെ ഉണ്ട്. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റ് എന്തായാലും എന്താക്കാം? കൺക്ലൂഷൻ എന്താണെന്ന് ഓർമ്മിച്ചേക്കാം. ഓക്കെ, നിങ്ങൾ കേട്ട് മടുത്തതായിരിക്കും, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നോക്കണേ, ഇനിയാണ് നമ്മളെ ഈ ചാപ്റ്ററിലെ കോർ കൺസെപ്റ്റിലേക്ക് പോകുന്നത്. ദ കറക്റ്റ്നെസ് ഓഫ് എൻ ക്വസ്റ്റ്യൻ ഇതാണ്, ശ്രദ്ധിക്കണേ. ദ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ ക്യാൻ ബി ചെക്ക്ഡ് യൂസിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അല്ലെ. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി വെച്ചിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ കറക്റ്റ് ആണോ നമുക്ക് എന്താക്കാൻ പറ്റൂ? ചെക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അല്ലെ. സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി.
നമുക്കറിയാം ഡയമെൻഷൻസ് ഓഫ് ഈച്ച് ടേംസ് ഓൺ LHS is equal to ഡയമെൻഷൻസ് ഓഫ് ഈച്ച് ടേംസ് ഓൺ എന്താ RHS. ഞാനിപ്പോൾ ഒരു ഇക്വേഷൻ എഴുതിയാൽ ആ ഇക്വേഷനിലെ എല്ലാ ടേമിൻ്റെയും ഡയമെൻഷൻ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം അല്ലെ. സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ അതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റാം, ഡയമെൻഷൻസ് ഓഫ് LHS ഈക്വൽ ടു ഡയമെൻഷൻസ് ഓഫ് RHS അല്ലേ. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന എല്ലാ ടേമിന്റെ ഡയമെൻഷനും റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന എല്ലാ ടേമിന്റെ ഡയമെൻഷനും പരസ്പരം എന്തായിരിക്കണം, ഈക്വൽ ആണെങ്കിൽ ആ ഇക്വേഷൻ എന്താ, വാലിഡ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അതാണ് ആര് പറഞ്ഞത്, സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പം ഇങ്ങനെ ഇതാണ് x is equal to AB plus CT square എന്ന് എഴുതി. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പ്രകാരം ഈ ഇക്വേഷൻ ട്രൂ ആണെങ്കിൽ നമ്മുടെ തിയറി ഇങ്ങനെയാണ് പറയുന്നത്, ഡയമെൻഷൻസ് ഓഫ് എക്സും ഡയമെൻഷൻസ് ഓഫ് AB-യും, കാരണം AB മൊത്തത്തിലൊരു ടേം ആണ്, ഇവിടെ പ്ലസും മൈനസും ഒന്നും വരുന്നില്ല. ഫിസിക്സിൽ പ്ലസും മൈനസും വന്നാൽ മാത്രമേ രണ്ട് ടേം ആയിട്ട് മുറിയുള്ളൂ. ഓക്കെ, ഡയമെൻഷൻസ് ഓഫ് എക്സ് is equal to ഡയമെൻഷൻസ് ഓഫ് AB is equal to ഡയമെൻഷൻസ് ഓഫ് CT സ്ക്വയർ ആണെങ്കിൽ എനിക്ക് പറയാൻ പറ്റൂടാ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണ്, കറക്റ്റാ. അതാ ആര് പറഞ്ഞിട്ടുള്ളൂ, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറയുള്ളൂ. അപ്പൊ ഇങ്ങനെ എഴുതി കൊടുത്താൽ മതി, ഡയമെൻഷൻസ് ഓഫ് LHS is equal to ഡയമെൻഷൻസ് ഓഫ് RHS. ഇനി വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് given equation is correct if and only if എന്താണ്, ഈ മൂന്ന് കണ്ടീഷൻ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. നോക്കണേ, ചോദിക്കുകയാണ് യൂസിങ് ദിസ് പ്രിൻസിപ്പിൾ ചെക്ക് വെദർ ദ ഫോളോയിങ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. എടാ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് മാത്രമേ ചെക്ക് ചെയ്യാൻ പറയുന്നുള്ളൂ അല്ലേ. ഹാഫ് MV സ്ക്വയർ is equal to mgh തന്നെ അല്ലെ. വേരിയബിൾസ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്, M എന്ന് വെച്ചാൽ മാസ, V എന്ന് വെച്ചാൽ വെലോസിറ്റി, G ആരാടാ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആൻഡ് ഫൈനലി H എന്ന് വെച്ചാൽ എന്താടാ, ഹൈറ്റാ. നമ്മൾ കേട്ട് ചെയ്ത് പ്രാക്ടീസ് സാധനമായിരിക്കും അല്ലെ. അപ്പം ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. ഹാഫ് MV സ്ക്വയർ is equal to mgh അല്ലേ. ഇത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പ്രകാരം ശരിയാണോ തെറ്റാണോ എന്ന ചോദ്യം. ഹാഫ് MV സ്ക്വയർ is equal to അവർ തന്നതുപോലെ എഴുതി mgh അല്ലേ. ജസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും നോക്കുമ്പോൾ M കോമൺ ആണ്, തന്നെ M അങ്ങ് വെട്ടിക്കളി അല്ലേ. M വെട്ടിയും ചെയ്യാം വെട്ടാണ് ചെയ്യാം. ഇനി നോക്കണം, ഇനി ഡയമെൻഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ് രണ്ട് സൈഡിലും. എടാ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു ടേം, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു ടേം. കാരണം ഇവിടെയും പ്ലസും മൈനസും ഇല്ല, ഇവിടെ ആരില്ല പ്ലസും മൈനസും ഇല്ല അല്ലെ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ, ഈ സൈഡിൽ ആരില്ല പ്ലസും മൈനസും ഇല്ല, അതേപോലെ ആ സൈഡിലും ആരുമില്ല പ്ലസും മൈനസും ഇല്ല. സോ ഈ സൈഡിലും ഒരു ടേം, ആ സൈഡിലും ഒരു ടേം അല്ലേ. ഇനി ഹാഫ് നമ്പറിന് ഡയമെൻഷൻ ഉണ്ടടാ, നമ്പറിന് ഡയമെൻഷൻ ഉണ്ടാ, ഹാഫിന് ഡയമെൻഷൻ ഇല്ല. അപ്പൊ ഇത് ഡയമെൻഷൻ ഇല്ലാത്ത ടേമാണ്. V എന്ന് വെച്ചാൽ വെലോസിറ്റി അല്ലേ. വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമുക്കറിയാം, L⁻1 T⁻−1. അങ്ങനത്തെ എത്ര ആളുണ്ടടാ, രണ്ടാളില്ലേ. വീന്റെ മേലെ കാണുന്നുണ്ട് എന്തുണ്ട്, രണ്ടെന്നില്ലേ. അപ്പൊ അങ്ങനത്തെ രണ്ടാളുണ്ട്. അപ്പൊ L⁻1 T⁻−1 ഇതിങ്ങനെയൊക്കെ കൊടുത്തു അല്ലേ. ഇനി G എന്ന് വെച്ചാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാ. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ആയിക്കോട്ടെ, നോർമൽ ആക്സിലറേഷൻ ആയിക്കോട്ടെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിക്കോട്ടെ, ആ ടൈപ്പ് ഏത് ആക്സിലറേഷൻ വന്നാലും അതിന്റെ ഡയമെൻഷൻ നമുക്കറിയാം, ഓർമ്മണ്ട എന്താ വരിക, L⁻1 T⁻−2 ആ. ഇനി H എന്ന് വെച്ചാൽ ഹൈറ്റ് ആടാ. ഹൈറ്റിന്റെ ഡയമെൻഷൻ എന്താ വരിക, L തന്നെയാ വരിക, L⁻1. ഇനി ജസ്റ്റ് രണ്ട് സൈഡ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കടാ. ഇവിടെ L⁻1 L⁻1 രണ്ടും കൂടിയിട്ട് എന്തായിട്ട് മാറിയിടാ, L⁻2 ആയിട്ട് മാറിയില്ലേ അല്ലേ. ഇനി എന്താ ഇവിടെ T നോക്കുക, ഈ ഇവിടെ -1 ഇതും -1, -1ഉം -1ഉം എന്തായിട്ട് മാറിയടാ, -2 ആയിട്ട് മാറി. ഇപ്പറ നിങ്ങൾ തന്നെ പറഞ്ഞോ, ഇവിടെ എന്താ വരിക, L⁻1 1 കൂട്ടിയ 2 T⁻−2. രണ്ട് സൈഡും നോക്കി നോക്കടാ, ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും. എടാ ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ഡയമെൻഷനും റൈറ്റ് ഹാൻഡ് സൈഡിന്റെ ഡയമെൻഷൻ എന്താ, പരസ്പരം സെയിം അല്ലേ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഡയമെൻഷൻസ് ഓഫ് LHS ഈക്വൽ ടു ഡയമെൻഷൻസ് ഓഫ് RHS. സോ ദ ഗിവൺ ഇക്വേഷൻ ഈസ് കറക്റ്റ് ഓർ റോങ്. സോ ദ ഗിവൺ ഇക്വേഷൻ ഈസ് എന്താടാ, കറക്റ്റ് ആണ്. സിമ്പിൾ അല്ലേ. ഇക്വേഷൻ സിമ്പിൾ ആണ്. ചില കുട്ടികൾ M വെട്ടാണ് ചെയ്യാം, M വെട്ടിയിട്ടും ചെയ്യാം, വെട്ടാണ് ചെയ്യാം. രണ്ടും ചെയ്താൽ ആൻസർ സെയിം. M വെട്ടാണ്ട് ചെയ്താൽ ഇവിടെ ഒരു M വരും, ഇവിടെ ഒരു M വരും, അത്രേ ഉള്ളൂ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെക്ക് വെദർ ദ ഇക്വേഷൻ MV സ്ക്വയർ is equal to mgh is dimensionally consistent. ഇപ്പൊ നേരത്തെ ചെയ്ത റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻ ആണ്. Based on the above question, justify the following statement. A dimensionally correct equation need not be actually an exact equation. എടാ ഡയമെൻഷനലി കറക്റ്റ് ആയുള്ള ഒരു ഇക്വേഷൻ പ്രാക്ടിക്കലി കറക്റ്റ് ആണെന്ന് ഒരു നിർബന്ധവും ഇല്ല. ശ്രദ്ധിക്കണേ, ഡയമെൻഷനലി ഞാൻ ഇങ്ങനെ എഴുതി, ഹാഫ് MV സ്ക്വയർ is equal to mgh. എടാ ഈ ഇക്വേഷൻ ഡയമെൻഷനലിയും കറക്റ്റ് ആണ്, പ്രാക്ടിക്കലിയും കറക്റ്റ് ആണ് അല്ലേ. ഞാനിപ്പോ ഇങ്ങനെ എഴുതിയതാ,
3/2 mv സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/2 mgh എന്ന് എഴുതി. ഇത് ഡയമെൻഷനലി കറക്റ്റാ. ഓക്കെ, പ്രാക്ടിക്കലി അങ്ങനത്തെ ഒരു ഇക്വേഷൻ ഇല്ല. ഈ ഇപ്പുറം വരുന്ന കോൺസ്റ്റന്റ് എന്താ, റോങ് ആണ്. അപ്പൊ കോൺസ്റ്റന്റ് നമുക്ക് ഡയമെൻഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റൂല, അതിന്റെ ടേംസ് മാത്രമേ ഡയമെൻഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഡയമെൻഷനലിയും കറക്റ്റാ, പ്രാക്ടിക്കലിയും കറക്റ്റാ. ഇത് ഡയമെൻഷനലി കറക്റ്റ് ആണ്, ബട്ട് പ്രാക്ടിക്കലി ഇക്വേഷൻ എന്താണ്, റോങ് ആണ്. അപ്പൊ എനിക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, ഡയമെൻഷനലി കറക്റ്റ് ആയ ഒരു ഇക്വേഷൻ ഒരിക്കലും എന്താക്കാൻ പറ്റൂല, പ്രാക്ടിക്കലി കറക്റ്റ് ആണ് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റൂല. ഇനി പ്രാക്ടിക്കലി കറക്റ്റ് ആയുള്ള ഒരു ഇക്വേഷൻ എല്ലാ സമയം എന്തായിരിക്കും, ഡയമെൻഷനലി കറക്റ്റ് ആയിരിക്കും. ഇത് പ്രാക്ടിക്കലി കറക്റ്റ് ആണ്, പിന്നെ ഒന്നും നോക്കണ്ട, ഡയമെൻഷനലി കറക്റ്റാ. ഡയമെൻഷനലി കറക്റ്റ് ആയ ഇക്വേഷൻ എന്താവുള്ളൂ, പ്രാക്ടിക്കലി കറക്റ്റ് ആവുള്ളൂ. ഇനി ഡയമെൻഷനലി കറക്റ്റ് ആയ ഇക്വേഷൻ ചിലപ്പോൾ പ്രാക്ടിക്കലി കറക്റ്റ് ആവാം, ചിലപ്പോൾ പ്രാക്ടിക്കലി എന്താവാം, റോങ് ആവും. അല്ലെ, കൺക്ലൂഷനിൽ പറയാണ് പ്രാക്ടിക്കലി കറക്റ്റ് ആണ്, പിന്നെ ഒന്നും നോക്കണ്ട, ഡയമെൻഷനലി എന്താ, കറക്റ്റ് ആണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താ, ശരിയാണ്. എ ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷൻ നീഡ് നോട്ട് ബി എക്സാക്ട്ലി ആൻ എക്സാക്ട് ഇക്വേഷൻ. നോക്കണം, ഇവിടെ തന്ന mv സ്ക്വയർ ഈസ് ഈക്വൽ ടു mgh ആ. അല്ലെ, mv സ്ക്വയർ ഈസ് ഈക്വൽ ടു mgh ഡയമെൻഷനലി കറക്റ്റാ. ഓക്കെ, ഇത് പ്രാക്ടിക്കലി കറക്റ്റ് ആണ്, ഇവിടെ എന്ത് കൊടുക്കണം, ഒരു ഹാഫ് ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഡയമെൻഷനലി കറക്റ്റ് ആയ സാധനം പ്രാക്ടിക്കലി കറക്റ്റ് ആണെന്ന് ഒരു നിർബന്ധമില്ല. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നാച്ചർ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ഡിസ്ക്രൈബ്ഡ് by its dimensions. Check the correctness of the equation v is equal to v0 plus at by the method of dimensional analysis. അല്ലെ, ഇത് കേട്ട് അടുത്ത ഇക്വേഷൻ ആയിരിക്കും v is equal to v0 plus at. അല്ലെ, ഒന്നുകൂടി മാറ്റിയതാണ് v is equal to, നമ്മൾ കണ്ട രൂപത്തിലേക്ക് ഞാൻ മാറ്റിയത് v is equal to u plus. നിങ്ങൾ പറയടാ, ഇവിടെ എത്ര ടേം ഉണ്ട്, ഇതാ എനിക്ക് വേണ്ടത്. ഇവിടെ എത്ര ടേം ഉണ്ടടാ? ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു ടേം v മാത്രം, റൈറ്റ് ഹാൻഡ് സൈഡിൽ എത്ര ടേം ഉണ്ട്? റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇവിടെ 2 ടേം ഉണ്ട്. u ഒറ്റക്കൊരു ടേമാ, കാരണം പ്ലസ് വന്നു. ഈ ഒറ്റക്കൊരു ടേം, at മൊത്തത്തിൽ എന്താ, വേറെ ടേം. പ്ലസും മൈനസും വരുമ്പോൾ ഫിസിക്സിൽ രണ്ടായിട്ട് മുറിയുള്ളൂ. അല്ലെ, അപ്പൊ u ഒറ്റക്കൊരു ടേം, at രണ്ടാളും കൂടി ഒരു ടേം. അപ്പൊ ഈ സൈഡിൽ ടോട്ടലി 2 ടേം ഉണ്ട്. എയും ടിയും കൂടി ഒരു ടേം, u സെപ്പറേറ്റ് ഒരു ടേം. ഈ സൈഡിൽ ടോട്ടലി 2 ടേം, ഈ സൈഡിൽ ഒരു ടേം. അപ്പൊ ടോട്ടലി ഈക്വേഷനിൽ എത്ര ടേം ഉണ്ടടാ, 3 ടേം ഉണ്ട്. അപ്പൊ 3 ടേമിന്റെ ഡയമെൻഷൻ സെപ്പറേറ്റ് കണ്ടുപിടിക്കുക, 3 ഈക്വൽ ആണ് നമുക്ക് പറയാൻ പറ്റും. ആ ഇക്വേഷൻ ഡയമെൻഷനലി എന്താടാ, കറക്റ്റ് ആയിരിക്കും. അപ്പൊ നോക്കണേ, ഫസ്റ്റ് ടേം ഞാൻ എടുത്ത് v. ഡയമെൻഷൻസ് ഓഫ് v എനിക്ക് എഴുതാൻ പറ്റും, എന്താ വരിക, l⁻1 t⁻−1. കാരണം v എന്ന് വെച്ചാൽ ഫൈനൽ വെലോസിറ്റിയാ. ലോകത്ത് ഏത് വെലോസിറ്റി വന്നാലും ഡയമെൻഷൻ എന്താ, l⁻t−1 ആണ്. ആംഗുലാർ വെലോസിറ്റി ഇല്ല, ബാക്കി ഏത് വെലോസിറ്റി വന്നാലും v is equal to l⁻1 t−1 ആണ്. ഇനി ശ്രദ്ധിക്കണേ, ഇനി അടുത്ത വരുന്ന ഇനീഷ്യൽ വെലോസിറ്റി. അല്ലേ, ഇനീഷ്യൽ വെലോസിറ്റി വന്നാൽ ഒന്നും നോക്കാനില്ല, l⁻1 t⁻−1 ആണ്. ഇനി അവസാനം 2 വലിയ മാത്രമേ ബാക്കിയുള്ളൂ, at. അല്ലേ, at എന്ന് പറയുമ്പോൾ a മീൻസ് എന്താടാ, ആക്സിലറേഷനാ. ഏത് ആക്സിലറേഷൻ വന്നാലും l⁻1 എന്താ, t⁻−2 ആ. ഓക്കെ, ആര് വരൂല, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ വരൂല. സെൻട്രിപെറ്റൽ അല്ല, ആംഗുലർ ആക്സിലറേഷൻ വരൂല. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ വന്നാലും ബാക്കി ഏത് ടൈപ്പ് ലീനിയർ ആക്സിലറേഷൻ വന്നാലും ഏതാ വരിക, l⁻t−2 ആ വരിക. ബാക്കി ആര് വരൂല, ആംഗുലാർ ആക്സിലറേഷൻ വരൂല, l⁻1 t⁻−1. ഇനി ശ്രദ്ധിക്കണേ, ബാക്കി ആരുള്ള, ടൈമാ ഉള്ളത്. ടൈമിന്റെ എന്താടാ വരിക, t⁻1 ആ. ഒന്ന് നോക്കി നോക്കടാ, ഇതെന്താ വരിക, ഫൈനൽ ആൻസർ l⁻1 t⁻−2 + 1. -2 + 1 എന്താടാ, -1 അല്ലേ. അപ്പൊ l⁻t−1. 3 ടേം എന്താ, 3 ടേം എന്താടാ, 3ന്റെ ഡയമെൻഷൻ എന്താടാ, ഈക്വൽ അല്ലേ. 3ന്റെ ഡയമെൻഷൻ ഈക്വൽ ആണെങ്കിൽ ഈ തന്ന ഇക്വേഷൻ എന്താ, ഒന്നും നോക്കണ്ട, ഈ തന്ന ഇക്വേഷൻ എന്തായിരിക്കും, കറക്റ്റ് ആയിരിക്കും. ആ തന്ന ഇക്വേഷൻ എന്താണ്, കറക്റ്റ് ആണ്. ഓക്കെ, സോ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താക്കാം, വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയി. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ എന്താക്കാം നമുക്ക് അടുത്ത സെഷനിൽ പറയാം, പാർട്ട് 2 പറയാം. ഓക്കെ.